ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സാംസ്കാരിക സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടാണ്. കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നിവയിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു ടോപ്പിക്കാണ്. 1 മാർക്കിനോ 2 മാർക്കിനോ ആയിട്ട് ചോദിക്കാറുള്ളതാണ് ഈ കലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെക്കുറിച്ചും അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എന്നാണ് രൂപീകരിച്ചത് എന്നിവയെല്ലാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. സാംസ്കാരിക സ്ഥാപനങ്ങൾ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെയും സാമ്പത്തിക സഹായത്തിലാണ് ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളായിട്ടും അല്ലെങ്കിൽ അക്കാദമികളായിട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടോ ഭവനുകളായിട്ടോ വകുപ്പുകളായിട്ടോ സ്മാരകങ്ങളായിട്ടോ എല്ലാം ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലുള്ള ഓരോ സ്ഥാപനങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യത്തേത് കേന്ദ്ര സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമിയെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ അത് സ്ഥാപിതമായത് 1954 മാർച്ച് 12-നാണ്. ഇതിൻ്റെ ആസ്ഥാനം വന്നിട്ട് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി ആസ്ഥാനമായിട്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. ഭാഷാ സാഹിത്യ രംഗങ്ങളിൽ സേവന തൽപരതയോടെ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായിട്ടാണ് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി നിലവിൽ വന്നത്. ഇനി കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15-ന് അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി സർക്കാരാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി 1954 മാർച്ച് 12 ന്യൂഡൽഹി ആസ്ഥാനമായി സ്ഥാപിച്ചു. കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15-ന് അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി സർക്കാരാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത്. ഇന്ത്യയിൽ പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമി ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള സാഹിത്യ അക്കാദമിയാണ്. പ്രാദേശിക തലത്തിൽ രൂപം കൊണ്ട ആദ്യ സാഹിത്യ അക്കാദമിയാണ് ഇന്ത്യയിലെ കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത്. 1956 ഒക്ടോബർ 15-ന് തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് തിരുവിതാംകൂർ കൊച്ചി രാജപ്രമുഖനായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നപ്പോഴാണ് 1956 ഒക്ടോബർ 15-നാണ്. എവിടെ വെച്ചിട്ടാണ് ചോദിച്ചാൽ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. ആരാണ് ചോദിച്ചാൽ തിരുവിതാംകൂർ കൊച്ചി രാജപ്രമുഖനായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇതിൻ്റെ ആസ്ഥാനം പിന്നീട് 1958 തൃശ്ശൂരിലേക്ക് മാറ്റി. എവിടേക്കാണ്? തൃശ്ശൂരിലേക്ക് മാറ്റി. ഇനി ഇതിൻ്റെ നമുക്ക് മാസിക 1976 മുതലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മാസിക പ്രവർത്തനം ആരംഭിച്ചത്. അത് സാഹിത്യ ചക്രവാളമാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ മാസികയുടെ പേരാണ് സാഹിത്യ ചക്രവാളം എന്നത്. അതുകൂടാതെ ഒരു ദ്വൈമാസികയും ഇംഗ്ലീഷ് ത്രൈമാസികയും കേരള സാഹിത്യ അക്കാദമിക്കുണ്ട്. സാഹിത്യ ലോകം എന്നതാണ് ദ്വൈമാസിക. മലയാളം ലിറ്റററി സർവേ എന്നതാണ് ഇംഗ്ലീഷ് ത്രൈമാസിക എന്ന് പറയുന്നത്. അപ്പോൾ മാസിക ഏതൊക്കെയാണ്? സാഹിത്യ ചക്രവാളവും സാഹിത്യ ലോകവും മലയാളം ലിറ്റററി സർവേയുമാണ്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമെല്ലാം അവിടെ നിന്നുമുള്ള കൃതികളെല്ലാം എന്ത് ചെയ്യുക? മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ, അതുപോലെ സാഹിത്യ ചരിത്രം, ഗ്രന്ഥസൂചിക, സാഹിത്യകാര ഡയറക്ടറി, വിജ്ഞാനകോശം തുടങ്ങിയ റെഫറൻസ് ഗ്രന്ഥങ്ങളും ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയ്ക്ക് ഉതകുന്ന ഉത്തമ ഗ്രന്ഥങ്ങൾ എന്നിവയെല്ലാം പ്രസിദ്ധീകരിക്കുക എന്നെല്ലാം ചെയ്യുന്നത് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. അതുകൂടാതെ മികച്ച സാഹിത്യ ഗ്രന്ഥങ്ങൾക്ക് അക്കാദമി എന്ത് ചെയ്യുന്നുണ്ട്? പുരസ്കാരവും നൽകുന്നുണ്ട്. യുവ സാഹിത്യകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം വേണ്ടി സാഹിത്യ പഠന ശില്പശാലകളും നടത്തുക, ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മേഖലയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം ഈ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ സർദാർ KM പണിക്കറാണ്. ആദ്യത്തെ പ്രസിഡന്റ് സർദാർ KM പണിക്കറും ആദ്യത്തെ സെക്രട്ടറി CK രാമൻകുട്ടിയുമാണ്. വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു CK രാമൻകുട്ടി എന്ന് പറയുന്നത്. നിലവിലെ പ്രസിഡന്റ് വന്നിട്ട് K സച്ചിദാനന്ദനാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ്. സെക്രട്ടറി CP അബൂബക്കറാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഗ്രന്ഥ ശേഖരം എന്ന് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി ഇമ്പോർട്ടൻ്റ് ആണ്.
അത് ഓർത്തു വയ്ക്കുക. അത് കേരള സംഗീത നാടക അക്കാദമി. നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇതെല്ലാം എന്തിൻ്റെ കീഴിലാണ് വരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. ഇത് സ്ഥാപിതമായത് കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ഏപ്രിൽ 26 എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ 1958 ഏപ്രിൽ 26 സ്ഥാപിതമായതാണ് കേരള സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമിയൊക്കെ എവിടെയുള്ളത്? തൃശ്ശൂരിലാണുള്ളത്. ഈ അക്കാദമി എന്തിനു വേണ്ടി സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ സംഗീതത്തിനും നൃത്തം, നാടകം, ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, മാജിക്, കഥാപ്രസംഗം തുടങ്ങിയ കലകളുടെ പരിപോഷണത്തിനും പ്രചാരണത്തിനും വേണ്ടിയിട്ടാണ് ഈ സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ നിരൂപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായ ജോസഫ് മുണ്ടശ്ശേരിയുടെയും നേതൃത്വത്തിലാണ് സംഗീത നാടക അക്കാദമി രൂപീകരിച്ചത്. അത് കേരളത്തിനായി സമർപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ ആദ്യ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിൻ്റെയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെയും നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്. അത് കേരളത്തിനായി സമർപ്പിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. സംഗീത നാടക അക്കാദമി. ഓക്കെ, സംഗീത വിദുഷിയായ മങ്കു തമ്പുരാനായിരുന്നു അക്കാദമിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത്. സെക്രട്ടറി ആയിരുന്നത് PK നമ്പ്യാരാണ്. PK നമ്പ്യാരാണ് സെക്രട്ടറി ആയിരുന്നത്. നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറും സെക്രട്ടറി കരുവള്ളൂർ മുരളിയുമാണ്. ഈ സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി എന്ന് പറയുന്നത്. ഈ മുഖമാസിക സ്ഥാപിതമായത് 1963 മുതലാണ് ഇത് സ്ഥാപിതമായത്. കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന പ്രധാന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വാതി പുരസ്കാരം, SL പുരം സദാനന്ദൻ നാടക പുരസ്കാരം, സംസ്ഥാന അമച്വർ നാടക പുരസ്കാരം, സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ്, പ്രവാസി അമച്വർ നാടക അവാർഡ് എന്നിവയെല്ലാം നൽകുന്നത് ഏത് അക്കാദമിയാണ് എന്ന് ചോദിച്ചാൽ കേരള സംഗീത നാടക അക്കാദമിയാണ്. ഇതിൽ സ്വാതി പുരസ്കാരം നൽകുന്നത് ശാസ്ത്രീയ സംഗീതത്തിന് മഹത്തായ സംഭാവന നൽകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് എന്തെല്ലാമാണ് നൽകുന്നത് ചോദിച്ചാൽ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് സ്വാതി പുരസ്കാരത്തിന് നൽകുന്നത്. എവിടെ മഹത്തായ സംഭാവന ചെയ്തവർക്കാണ്? ശാസ്ത്രീയ സംഗീതത്തിൽ മഹത്തായ സംഭാവന ചെയ്തവർക്ക് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് നൽകുന്നത്. SL പുരം സദാനന്ദൻ നാടക പുരസ്കാരം നൽകുന്നത് അത് പേരിലേ ഉണ്ട്. നാടകത്തിന് മഹത്തായ സംഭാവന നൽകുന്നവർക്ക് നൽകുന്നതാണത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നത് തന്നെയാണ് ഏതും SL പുരം സദാനന്ദൻ നാടക പുരസ്കാരവും. അടുത്തത് കേരള ലളിതകലാ അക്കാദമി. ഈ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത്. കേരളത്തിലെ ലളിതകലാ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് രൂപം കൊണ്ടതാണ് കേരള ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത്. ഇത് രൂപം കൊണ്ടത് 1962 എപ്പോഴാണ് കേരള ലളിതകലാ അക്കാദമി രൂപം കൊണ്ടത്? 1962 തൃശ്ശൂരിലെ ചെമ്പുകാവ് ആസ്ഥാനമായി സ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 എവിടെയാണുള്ളത്? തൃശ്ശൂരാണല്ലേ പറയുന്നത്. തൃശ്ശൂരിലെ ചെമ്പുകാവ് ആസ്ഥാനമായിട്ടാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥാപിച്ചത്. ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ M രാമവർമ്മ രാജയാണ് ആദ്യ ചെയർമാനായിരുന്നത് കേരള ലളിതകലാ അക്കാദമിയുടെ. നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ്. ഈ ലളിതകലാ അക്കാദമിയുടെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ്, കാർട്ടൂൺ തുടങ്ങിയ ലളിത കലകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ്, കാർട്ടൂൺ തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ചോദിച്ചാൽ അത് കേരള ലളിതകലാ അക്കാദമിയാണ്. ഈ പോയിന്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റിക്കരുത്. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? കേരള ലളിത കലാ അക്കാദമി. ഈ കേരള ലളിത കലാ അക്കാദമിയുടെ പ്രതിമാസ ബുള്ളറ്റിനാണ് ചിത്രവാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിമാസ ബുള്ളറ്റിൻ എന്താണ്? ചിത്രവാർത്തയാണ്.
കേരള ലളിതകലാ അക്കാദമിയുടെ പ്രതിമാസ ബുള്ളറ്റിനാണ് ചിത്രവാർത്ത എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇവർ ഒരു ത്രൈമാസികയും ഇതേ പേരിൽ തന്നെ ഒരു ത്രൈമാസികയും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കേരള ലളിതകലാ അക്കാദമി നൽകുന്ന പുരസ്കാരങ്ങൾ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ KCS പണിക്കർ പുരസ്കാരം, പത്മിനി പുരസ്കാരം, കേസരി പുരസ്കാരം, അതുകൂടാതെ വിഖ്യാത ശില്പിയായ ലാറി ബേക്കറുടെ പേരിൽ വാസ്തുശില്പകലയ്ക്ക് വേണ്ടിയിട്ട് പുരസ്കാരം നൽകുന്നുണ്ട്. ആദിവാസി ഗോത്ര നാടോടി ചിത്രശില്പകലകളുടെ J. സ്വാമിനാഥൻ്റെ പേരിലുള്ള പുരസ്കാരം എല്ലാം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേരള ലളിതകലാ അക്കാദമിയാണ്. കേസരി പുരസ്കാരവും നൽകുന്നത് കേരള ലളിതകലാ അക്കാദമിയാണ്. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമി. ഇതും ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ്. എന്തിൻ്റെ കീഴിലുള്ളത്? കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ ഇതെവിടെ? ഇതുവരെ നമ്മൾ തൃശ്ശൂർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഫോക്ലോർ അക്കാദമി ചോദിച്ചാൽ അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചിറക്കല്ലാണ്. സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണ്. പ്രവർത്തനം ആരംഭിച്ചത് 1996 ജനുവരി 20-നാണ്. ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി എന്ന് പറയുന്നത്. പൊലി എന്ന് പറയുന്നത് എന്താണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് G. ഭാർഗവൻ പിള്ള എന്ന് പറയുന്നത്. ഇവരുടെ ലക്ഷ്യങ്ങളിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഫോക്ലോറിൻ്റെ സംരക്ഷണം, പ്രസാരണം, അതിൻ്റെ വിവിധ വിഭാഗങ്ങളെ സംരക്ഷിക്കുക, നാടൻ കലാകാരന്മാർക്ക് പുരസ്കാരം നൽകുക, അതുപോലെ നാടൻ കലകളിൽ അഭിരുചിയുള്ള കുട്ടികളെ അവർക്ക് കൈകാര്യം ചെയ്യുന്ന നാടൻ കലാരൂപങ്ങൾ അഭ്യസിപ്പിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുക, ഇതുപോലെയുള്ള കലാകാരന്മാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് അവശരായ നാടൻ കലാകാരന്മാർക്ക് ചികിത്സാ ധനസഹായം നൽകുക എന്നതെല്ലാം ഏതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ ഈ കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നാടൻ കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള ഫോക്ലോർ അക്കാദമിയുടെ മ്യൂസിയം സജ്ജമാക്കുക എന്നതും അക്കാദമിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് PK കാളൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഏതാണ്? PK കാളൻ പുരസ്കാരം എന്ന് പറയുന്നത്. അടുത്തത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1968 സെപ്റ്റംബർ 16-നാണ്. 1968 സെപ്റ്റംബർ 16-നാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ത്രിഗുണസെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്തിലെ നളന്തയിലാണ്. ആസ്ഥാനം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം നളന്തയിലാണ്. നിലവിലെ ചെയർമാൻ പിണറായി വിജയനാണ്. ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ മാധ്യമമായി മലയാള ഭാഷയെ വികസിപ്പിക്കുക, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം മലയാളത്തിലാക്കാൻ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക, കാലാനുസൃതമായ മലയാള ഭാഷയെ നവീകരിക്കുക എന്നതെല്ലാം ചെയ്യുന്നത് ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക പാഠാവലികൾക്കായുള്ള ഒരു സ്ഥിരം സമിതിയുടെ മാർഗനിർദ്ദേശത്തിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ശബ്ദാവലികൾ തയ്യാറാക്കിയിരിക്കുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി എന്ന് പറയുന്നത്. അടുത്തത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1981-ലാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണിത്. കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും ആനുകാലിക മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനായിട്ട് കേരള സംസ്ഥാന സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സാഹിത്യ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണിത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് തളിർ എന്ന് പറയുന്നത്. നിലവിലെ ചെയർമാൻ സജി ചെറിയാനാണ്. സജി ചെറിയാൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാനാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജ് ക്യാമ്പസിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ഏക സ്ഥാപനം കൂടിയാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ നിലവിൽ വന്നത്. കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ നിലവിൽ വന്നത് 1970-ലാണ്. കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ നിലവിൽ വന്നത്.
കുട്ടികളുടെ ക്രിയാത്മകമായ കഴിവുകൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ദേശീയ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപത്തായിട്ടാണ് ഈ കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ എന്നിവിടങ്ങളിലും ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അടുത്തത് ഭാരത് ഭവൻ. ഭാരത് ഭവൻ സ്ഥാപിതമായത് 1984 സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ചെയർമാനും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായുള്ള ഭാരത് ഭവൻ ഭരണസമിതിയിലെ മെമ്പർ സെക്രട്ടറിയെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സർക്കാരാണ്. 2013 മുതൽ ഭാരത് ഭവൻ വിവർത്തക രത്നം അവാർഡും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 രൂപയും ഫലകവുമാണ് ഭാരത് ഭവൻ ആ അവാർഡിൽ നൽകി വരുന്നത്. കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോനും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയുമായിരുന്ന മണക്കുളം മുകുന്ദരാജയും ചേർന്നിട്ടാണ് ഈ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നാമാവശേഷമായി തീർന്ന കഥകളിക്കും മോഹിനിയാട്ടത്തിനും സമാനങ്ങളായ പാരമ്പര്യ കലകൾക്കും നവജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്ഥാപനം സ്ഥാപിച്ചത്. കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തത് 1927 1930 നവംബർ 9 കാക്കാട് കാരണവപ്പാടിൻ്റെ കുന്നംകുളത്തുള്ള പാട്ടിൽ വെച്ച് കലാമണ്ഡലത്തിന് ആരംഭം കുറിക്കുകയുണ്ടായി. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി തൃശ്ശൂരാണ്. വള്ളത്തോൾ നഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1936 ചെറുതുരുത്തിയിലെ നീളാതീരത്ത് സ്വന്തം സ്ഥലത്ത് കലാമണ്ഡലത്തിൻ്റെ കളരികളും ഭരണകേന്ദ്രങ്ങളും സജീവമായി നിലവിൽ വന്നത് എപ്പോഴാണ്? 1936 ചെറുതുരുത്തിയിലെ നീളാതീരത്താണ് കലാമണ്ഡലത്തിൻ്റെ കളരികളും ഭരണകേന്ദ്രവും സജീവമായി നിലവിൽ വരുന്നത്. ഇപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കലാസ്ഥാപനമാണ്. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ചുട്ടി, ചമയം, മൃദംഗം, മിഴാവ്, കർണാടക സംഗീതം, കേരളീയ വാദ്യങ്ങൾ എന്നിങ്ങനെ പ്രധാന കലാവിഷയങ്ങൾ കലാമണ്ഡലത്തിൽ പഠിപ്പിച്ചു വരുന്നുണ്ട്. 1957 കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത്. 2007 കേരള കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിച്ചു. 2010 ഇതിന് UGCയുടെ A കാറ്റഗറി പദവിയും ലഭിച്ചു. കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് മലയാളം മിഷൻ. 2005 ഡൽഹിയിൽ മലയാളം മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. 2009 ഒക്ടോബർ 22 കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരം ഒരുക്കുന്നതിനായിട്ടാണ് കേരള സർക്കാർ ആവിഷ്കരിച്ചത് മലയാളം മിഷൻ എന്നുള്ളത്. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നതാണ് മലയാളി മിഷൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന ലക്ഷ്യം ഏതിൻ്റേതാണെന്ന് ചോദിച്ചാൽ മലയാളം മിഷൻ്റെയാണ്. മലയാളം മിഷൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് ഭൂമി മലയാളം വാർത്താ പത്രിക എന്നതാണ്. വെബ് മാഗസിൻ പൂക്കാലമാണ്. മലയാളം മിഷൻ ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം എന്ന് പറയുന്നത്. ഗുരു ഗോപിനാഥ് നടനഗ്രാമം. ഗുരു ഗോപിനാഥിൻ്റെ സ്മരണാർത്ഥം 1995 സ്ഥാപിക്കപ്പെട്ട കലാസ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം എന്ന് പറയുന്നത്. സംഗീതം, നൃത്തം, വാദ്യസംഗീതം തുടങ്ങിയ കലാരൂപങ്ങളിൽ മികച്ച ശിക്ഷണം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടനഗ്രാമം സ്ഥാപിതമായത്. ഈ സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്പൺ എയർ തിയേറ്ററായ ചിലമ്പൊലി ആംഫി തിയേറ്റർ നടനഗ്രാമത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998 ഇത് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന തലത്തിൽ ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ചത് കേരളത്തിലാണ്. സംസ്ഥാന തലത്തിൽ ആണ് പറയുന്നത്. സംസ്ഥാന തലത്തിൽ ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ച എവിടെയെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. സർക്കാർ നടത്തുന്ന അന്തർദേശീയ ചലച്ചിത്രോത്സവം മുൻകൈയെടുത്ത് നടത്തുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, ദേശീയ ചലച്ചിത്രോത്സവം, അന്താരാഷ്ട്ര ഡോക്യുമെൻ്ററി, ഹ്രസ്വ ചലച്ചിത്രമേള തുടങ്ങി പ്രധാനമായും 3 ചലച്ചിത്രോത്സവങ്ങളാണ് അക്കാദമി സംഘടിപ്പിച്ചു വരുന്നത്.
അതുപോലെ അക്കാദമി നൽകി വരുന്ന അവാർഡുകളാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ, JC ഡാനിയൽ അവാർഡ് എന്നിവ. അടുത്തത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിച്ച 1975 ജൂലൈ 23-നാണ്. സ്വയം പര്യാപ്തമായ സ്റ്റുഡിയോ കോംപ്ലക്സ് എന്ന സ്വപ്നം മുൻനിർത്തി ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ്. ചെയർമാൻ ശ്രീ ഷാജി N. കരുണും മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി മായയുമാണ്. അടുത്തത് മഹാകവി ഉള്ളൂർ സ്മാരകം. നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അക്കാദമി, ഭവനുകൾ, സ്മാരകങ്ങൾ, മ്യൂസിയങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞില്ല. അപ്പോൾ മഹാകവി ഉള്ളൂർ സ്മാരകം, മഹാകവി ഉള്ളൂർ S. പരമേശ്വര അയ്യയുടെ പേര് 1956 മെയ് 8-ന് തിരുവനന്തപുരത്തെ ജഗതിയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ സ്മാരകം. 1980-ൽ കേന്ദ്ര ഗവൺമെൻറ് ഉള്ളൂർ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി. എല്ലാ വർഷവും കവിതയ്ക്കുള്ള അവാർഡും നൽകി വരുന്നുണ്ട്. അടുത്തത് കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട്. 1958-ലാണ് ഇത് സ്ഥാപിതമായത്. കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ. നവോത്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഈ മഹത് വ്യക്തിക്ക് അനുയോജ്യമായ ഒരു സ്മാരകം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് 1958 സ്ഥാപിതമായത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും മികച്ച ചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹിക പരിഷ്കർത്താവുമായ R. ശങ്കറായിരുന്നു ആദ്യ പ്രസിഡന്റായിരുന്നത്. കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചുമർ ചിത്രകലാ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ ദേശീയ സ്മാരക ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഇരിങ്ങാലക്കുടയിലാണ് 1955 ഡിസംബർ 7-ന് പ്രവർത്തനം ആരംഭിച്ചത്. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്ന് പറയുന്നത് കഥകളിയുടെ പ്രചരണത്തിനും പ്രോത്സാഹനത്തിനുമായി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം പ്രവർത്തനം ആരംഭിച്ചു. ഇവർ വർഷം തോറും ഉണ്ണായി വാര്യർ സമ്മാനം നൽകി വരുന്നുണ്ട്. അടുത്തത് തകഴി സ്മാരകവും മ്യൂസിയവും. തകഴി ശിവശങ്കരപിള്ള താമസിച്ചിരുന്ന ശങ്കരമംഗലമാണ് തകഴി സ്മാരകവും മ്യൂസിയവുമായി പ്രവർത്തിക്കുന്നത്. 2000-ൽ ശങ്കരമംഗലം കേരള സർക്കാർ ഏറ്റെടുത്ത് സ്മാരകമാക്കി. 2001-ൽ തകഴി മ്യൂസിയത്തിന് ഔപചാരികമായി തുടക്കം കുറിക്കുകയും ചെയ്തു. ഇവിടെ തന്നെയാണ് തകഴി സ്മൃതി മണ്ഡപവും നിലനിൽക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകങ്ങൾ. തുള്ളൽ കലയുടെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കിള്ളിക്കുറിശി മംഗലത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന അമ്പലപ്പുഴയിലും സ്മാരകങ്ങളുണ്ട്. 1967-ലാണ് അമ്പലപ്പുഴയിൽ കേരള ഗവൺമെൻറ് സ്മാരക മന്ദിരം പണിതുയർത്തിയത്. തുള്ളലിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, തുള്ളലുകൾ അവതരിപ്പിക്കുക, നമ്പ്യാർ കവിതകളെക്കുറിച്ച് ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുക, തുള്ളൽ ക്ലാസുകൾ നടത്തുക, സ്കൂളുകളിൽ തുള്ളൽ അവതരിപ്പിക്കുക, വേലക്കളി, ചെണ്ട എന്നിവ പരിശീലിപ്പിക്കുക എന്നിവയെല്ലാമാണ് ഈ സ്മാരക സമിതിയുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. കിള്ളിക്കുറിശി മംഗലത്തെ സ്മാരകം 1976-ലാണ് സ്ഥാപിതമായത്. അമ്പലപ്പുഴയിലെ 1967, കിള്ളിക്കുറിശി മംഗലത്ത് 1976-ൽ സ്ഥാപിതമായി. കേരളത്തിൽ ആദ്യമായി കുഞ്ചൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് കിള്ളിക്കുറിശി മംഗലത്താണ്. എല്ലാ വർഷവും മെയ് 5-നാണ് കുഞ്ചൻ ദിനവുമായി ആഘോഷിക്കുന്നത്. 1975-ൽ കലക്കത്ത് ഭവനം ദേശീയ സ്മാരകമായി മാറിയത്. 1975-ലാണ് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ പരന്നുകിടക്കുന്ന ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രത്തിലെ 200 ഹെക്ടർ സ്ഥലം കുഞ്ചൻ നമ്പ്യാരുടെ ഓർമ്മക്കായി കുഞ്ചൻ സ്മൃതി വനം എന്ന് നാമകരണം ചെയ്തു. മാർഗി 1955-ലെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി നിയമപ്രകാരമാണ് തിരുവനന്തപുരത്ത് 1971-ൽ മാർഗി സ്ഥാപിച്ചത്. 1971-ൽ സ്ഥാപിച്ചു, തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. 1955-ലെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി നിയമപ്രകാരമാണ് സ്ഥാപിച്ചത്. ഇതിൽ പ്രധാനമായിട്ടും ക്ഷേത്രകലകളായ കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, പാടകം എന്നീ കലകൾ പ്രചരിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അതുകൂടാതെ ചെണ്ട, മദ്ദളം, മിടക്ക, മിഴാവ് തുടങ്ങിയ വാദ്യങ്ങളിലും പരിശീലനം നൽകി വരുന്നു. മാർഗി സ്ഥാപിച്ചത് പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനായ D. അപ്പുക്കുട്ടൻ നായരാണ്. വാസ്തുവിദ്യാ ഗുരുകുലം. ഇത് പ്രവർത്തിച്ചു വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ്. 1993 നവംബർ 17 മുതലാണ് വാസ്തുവിദ്യാ ഗുരുകുലം
പ്രവർത്തിച്ചു തുടങ്ങിയത്. ഭാരതീയ വാസ്തുവിദ്യയും അനുബന്ധ വിഷയങ്ങളുടെയും പ്രചാരണത്തിനും സംരക്ഷണത്തിനുമായി സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ വാസ്തുവിദ്യ പഠിപ്പിക്കാനും പ്രയോഗിക്കാനും പ്രവർത്തിക്കുക എന്ന സ്ഥാപനം കൂടിയാണ് ഈ വാസ്തുവിദ്യ ഗുരുകുലം എന്ന് പറയുന്നത്. ഭാരത് ഭവൻ സ്ഥാപിതമായത് 1984 സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ചെയർമാനും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും വൈസ് ചെയർമാനുമായ ഭാരത് ഭവൻ ഭരണസമിതിയിലെ മെമ്പർ സെക്രട്ടറിയെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സർക്കാരാണ്. ഇതിൻ്റെ ഓരോ സ്ഥാപനങ്ങളും തുടങ്ങിയ വർഷം, അതുപോലെ അതിൻ്റെ മാസികകൾ എന്നിവ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.